അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അർജുനൻ ജീവനോടെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ദിവസങ്ങൾ കഴിയുന്തോറും ആ പ്രതീക്ഷ ഇല്ലാതായി. ഇനി ചേതനയറ്റ ശരീരമെങ്കിലും ഒരു നോക്ക് കാണുവാൻ ബാക്കിയാവണേ, അത് കിട്ടണമേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ വളരെ ദുഃഖകരമായ വാർത്തകളാണ് തിരച്ചിൽ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർ തിരച്ചിൽ നിർത്തിക്കൊണ്ട് ഈ ഗംഗാവാലി പുഴയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ട് പിന്മാറുകയാണെങ്കിൽ സാധാരണ ജനങ്ങളായ എന്നെപ്പോലുള്ള ആളുകൾക്ക് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയേഴ്സിനോടും ടെക്നീഷ്യന്മാരോടുമെല്ലാം ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട്. അങ്ങ് ചന്ദ്രനിലും ചൊവ്വയിലും പോയി അവിടെയുള്ള അന്തരീക്ഷവും ലവണങ്ങളും ധാതുക്കളും മനുഷ്യ ജീവിത യോഗ്യമാണോ എന്നും വായുവും എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് അനലൈസേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം ശാന്ത സമുദ്രത്തിലോ അതുപോലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ അല്ലാത്ത സമുദ്രങ്ങളിലോ വെള്ളക്കെട്ടുകളിലോ എല്ലാം ചെയ്യുന്ന ആ കർമ്മമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സേഫ്റ്റി ജാക്കറ്റും ഗൂഗിൾസും മാസ്കും സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും സേഫ്റ്റി ബെൽറ്റും റോപ്പും ഇതുപയോഗിച്ച് താഴേക്ക് മുങ്ങുന്നത് സാധാ വെള്ളക്കെട്ടിലേ നടക്കുകയുള്ളൂ. ഇത്രത്തോളം കലിപൂണ്ടൊഴുകുന്ന ഈ നദിയിലേക്ക് മുങ്ങണമെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയോടുകൂടെ ഈ രക്ഷാപ്രവർത്തകർ ശ്രമിക്കണം. അവിടെ മുങ്ങിത്തപ്പുന്നത് വളരെ ദുഷ്കരമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള റിസ്കി ഡൈവിംഗ് ചെയ്യുവാനുള്ള കോട്ട് അല്ല അവർ ധരിക്കുന്നത്. ആ പുഴയിലേക്ക് മുങ്ങാൻ കുഴിയിടണമെങ്കിൽ ആദ്യം ശരീരത്തിലെ കവറിങ്ങുകൾ മാറ്റണം. ഇത്തരം കവറിങ്ങുകൾ ഉപയോഗിച്ചല്ല ഇത്തരം റിസ്കി ഡൈവിങ്ങുകൾ ചെയ്യുന്നത്. നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാം ഹൈ റിസ്കി ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന കോട്ടുകളുടെ മാതൃക. മിനിമം 5 സെൻറ്റിമീറ്ററോളം തിക്നെസ് ഉള്ള കവറിംഗ് ഉള്ള കവറുകൾ വേണം. ഒറ്റനോട്ടത്തിൽ റോബോട്ട് പോലെ തോന്നിക്കുമെങ്കിലും അത് മനുഷ്യ ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള സമ്മർദ്ദം ഒരിക്കലും അകത്തേക്ക് പ്രവേശിക്കുകയില്ല. ഓക്സിജൻ സിലിണ്ടറുകൾ സെറ്റാക്കി പുറത്ത് തന്നെയുള്ള ഒരു നിപ്പിളിലേക്കാണ് അതിൻ്റെ ഹോസുകൾ കണക്ട് ചെയ്യുന്നത്. കവറിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ട്യൂബ് വഴിയാണ് മാസ്കിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഗംഗാവാലിയിലുള്ള ഒരു ഒഴുക്കിൻ്റെ ശക്തി സാധാ ജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ഐസ് വാങ്ങി വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്ന് അതിൻ്റെ കീഴെ വെച്ചാൽ എത്രമാത്രം ശക്തിയിലാണ് ആ ഐസ് ഉരുകി പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലായിരിക്കും ഒരു മനുഷ്യൻ ഒഴുക്കുള്ള പുഴയിലേക്ക് നിന്ന് മുങ്ങുന്നതിൻ്റെ അനുഭവം ഉണ്ടാകുക. കാരണം അവിടെ ഒഴുക്കിന് അനുസൃതമായി നീന്തി പോകുകയാണെങ്കിൽ ഒരു മനുഷ്യന് പ്രശ്നമുണ്ടാകുകയില്ല. എന്നാൽ ആ ഒഴുക്കിന് എതിരെയോ ഒഴുക്കിൽ സ്റ്റാൻഡ് ബൈ നിന്നുകൊണ്ടോ അവിടെ നിൽക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള ഒഴുക്ക് കൊണ്ട് തന്നെ ശരീരത്തിനുള്ള ഘർഷണം ഉണ്ടാകും. ഈ ഘർഷണം കൂടുതൽ വരുന്ന സമയത്ത് തന്നെ അത് തടുക്കുവാനുള്ള കവറിങ്ങോ കോട്ടോ ഇല്ലാത്ത സമയത്ത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഘർഷണം കൊണ്ട് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ സമ്മർദ്ദത്തിലാകുകയും തെറ്റായ മെസ്സേജുകൾ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുകയും ബ്രെയിൻ ഉടനെ തന്നെ ശരീരത്തിനോട് പ്രതലത്തിലേക്ക് ഉയർന്നു പൊങ്ങുവാനുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. മനസ്സും ശരീരവും വിഭിന്നമായ പ്രവർത്തനത്തിൽ ഉൾപ്പെടുകയും അതിനോടുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടാകുകയും ഉടനെ പൊങ്ങി വരാനുള്ള ഒരു ത്വര ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരിക്കലും വെള്ളത്തിനടിയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. മാത്രവുമല്ല ഒരുപാട് കൊമ്പുകളും ചില്ലകളും വള്ളികളും ഒരുപക്ഷെ പൊട്ടി വീണ ടവറിന് കൂടെയുള്ള കേബിളുകളും ഒരുപാട് വലിയ കല്ലുകളും ഇതിനിടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്ന ഈ ലോറിയിലേക്ക് എത്തിപ്പെടുക എന്നത് ആദ്യം നമ്മുടെ നിലനിൽപ്പ് അവിടെ ശരിയായെങ്കിൽ മാത്രമേ അത്യാവശ്യം അകത്തേക്ക് തുറന്ന് കയറി പോകുവാൻ കഴിയുകയുള്ളൂ. ഒഴുക്കുള്ള വെള്ളത്തിൽ നങ്കൂരമിട്ട് നിൽക്കൽ ബുദ്ധിയല്ല, പലപ്പോഴും നങ്കൂരം തള്ളിപ്പോകുവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ധീരരായ രക്ഷാദൗത്യക്കാർ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറയാൻ വേണ്ടി കാത്തു നിന്നപ്പോൾ ഈ കുത്തൊഴുക്കിലും ഈ പുഴയുടെ രൗദ്രഭാവത്തിലും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മുങ്ങിത്തപ്പാൻ തയ്യാറായി വന്ന മത്സ്യത്തൊഴിലാളികളെ, നിങ്ങൾ ധീരരാണ്. നിങ്ങളുടെ ധീരതയ്ക്ക് മുന്നിൽ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ കൈവശമുള്ള നിസാരമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ മാൻ പവർ ഉപയോഗിച്ച് തിരയാവുന്നതല്ല ആ ദൗത്യം. അതിൽ നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഒരിക്കലും കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിലേക്ക് മസിൽ പവർ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയിൽ തന്നെ നിങ്ങൾ അഭയം പ്രാപിക്കണം. തന്നെ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ അവരോട് പറയുകയും അത് ഒരുക്കി തരാൻ പറയുകയും ചെയ്യണം. ആ പുഴയുടെ കുത്തൊഴുക്കോ അതിൻ്റെ മാരക പ്രഹരശേഷിയോ അറിയാത്ത ഞാൻ ഇങ്ങ് വിദൂരതയിൽ നിന്നും എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മിനിമം ഒരു 20 മീറ്റർ മുകളിലെങ്കിലുമായി പുഴയുടെ ഇരുകരയിലും ശക്തമായ ഇരുമ്പ് ദണ്ടുകൾ ജാക്കിങ്ങിലൂടെ അടിച്ചു താഴ്ത്തണം. മിനിമം 3 മീറ്ററെങ്കിലും താഴേക്ക് പഞ്ചിങ് ചെയ്ത് അടിച്ചു താഴ്ത്തിയാൽ നിങ്ങൾക്ക് പരിപൂർണമായി അതിലേക്ക് 20 മില്ലിയോ അതിൽ കൂടുതലോ തിക്നെസ് ഉള്ള SS റോപ്പുകൾ ക്രോസായി വലിച്ചു കെട്ടാം. അതിൽ മൂവിങ് പുള്ളികൾ ഉപയോഗിച്ച് ഹുക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സേഫ്റ്റിയുടെ റോപ്പുകൾ അതിലേക്ക് ബന്ധിക്കുക. ഇതിനോട് കൂടെ തന്നെ സെക്കൻഡ് റോപ്പുകളും ബന്ധിച്ചിരിക്കണം. ഷോക്ക് അബ്സർബറുകളുടെ കൂടെയുള്ള സേഫ്റ്റി ബെൽറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ശക്തിക്കും മോളത്തിനും അനുസരിച്ചൊരു താളത്തോടു കൂടെ നിങ്ങൾക്ക് നിൽക്കാനും വെള്ളത്തിൻ്റെ ഘർഷണത്തിലുള്ള ആ ഷോക്ക് നിങ്ങൾക്ക് കുറയ്ക്കുവാനും കഴിയും. ഇത്തരത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് ബൈ അവിടെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കടക്കുവാൻ കഴിഞ്ഞേക്കാം. നിങ്ങൾ വെള്ളത്തിൽ ചെന്ന് മാന്തുകയും സെർച്ച് ചെയ്യുകയും അതുപോലെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല. അത് മനുഷ്യ സഹജമല്ല. അതുകൊണ്ട് തന്നെ നൂതന ആധുനിക വിദ്യകൾ പരാജയപ്പെട്ടു പോയ ഈ ഘട്ടത്തിൽ നിങ്ങൾ പിന്മാറുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടെ ചെയ്തു നോക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് നിങ്ങൾക്ക് വിജയം കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ലോറി കണ്ടെത്തുവാൻ കഴിയുകയും
ആ ലോറിയിലേക്ക് നല്ല ഒരു കുരുക്ക് ഉണ്ടാക്കി ഇടുവാൻ കഴിയുകയും ചെയ്താൽ, ഒരുപക്ഷെ നമ്മുടെ സാങ്കേതിക വിദ്യയിലൂടെ അത് ഉയർത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ചാലിയത്തുള്ള മാപ്പിള കലാശി എന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എത്ര ദുർഘടമായ, എത്ര വലിയ പ്രശ്നങ്ങൾ ഉള്ള ഇടത്ത് നിന്നും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാപ്രവർത്തകരും നമ്മുടെ ദൗത്യസേനയും പിന്മാറിയ പല സാഹചര്യങ്ങളിലും അവർ ഹാൻഡ് വിഞ്ചുകളും അതുപോലുള്ള റോപ്പുകളും അതുപോലുള്ള അതിനൊക്കെ താളത്തോടു കൂടെ പാട്ടുകളും പാടിക്കൊണ്ട് മനുഷ്യശക്തി ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് വിഞ്ച് കറക്കിക്കൊണ്ട് എത്ര അടിയിലോ എത്ര അകത്തുള്ള സാധനങ്ങളോ എത്ര പ്രശ്നങ്ങളുള്ള സാധനങ്ങളോ അവർ പാട്ട് പാടിക്കൊണ്ട് ഒത്തൊരുമിച്ച് ആ പാട്ടിൻ്റെ താളത്തിൽ ആ ലോറി കരയിലേക്ക് എത്തുന്നതാണ്. ഈ ഒരുപാട് കാര്യങ്ങളിൽ അവർ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് ദയവായി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മുൻഗണന പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം ചൊവ്വയിലും ചന്ദ്രനിലും എല്ലാം പ്രവർത്തനം നടത്തേണ്ടത്. അതിനേക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന സമയത്തിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്തുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള പുതിയ പുതിയ മെഷീനറീസുകൾ കണ്ടുപിടിക്കുവാൻ കൂടെ ദയവായി നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കണമെന്ന് ഇന്ത്യയിലെ ഒരു സാധാ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.